ഈ സമര പ്രഖ്യാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായ CSDS-ൻ്റെ നേതാവും നമ്മുടെ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാനുമായ ബഹുമാന്യ KK സുരേഷ് സാർ, ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ജനറൽ കൺവീനർ പ്രിയങ്കരനായ സണ്ണി M കവിക്കാട്, വേദിയിലുള്ള കേരളത്തിലെ പ്രമുഖരായ ദലിത് ആദിവാസി സംഘടനാ നേതാക്കളെ, പ്രമുഖരായ സാമൂഹ്യ പ്രവർത്തകരെ, സദസ്സിലും സന്നിഹിതരായിട്ടുള്ള കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള സംഘടനാ നേതാക്കൾ, സംഘടനാ പ്രവർത്തകർ, അതേപോലെയുള്ള നമ്മുടെ അഭ്യുദയകാംക്ഷികൾ, സഹോദരങ്ങൾ, നിങ്ങൾക്കേവർക്കും ഈ സമര സായാഹ്നത്തിൽ എൻ്റെ വിപ്ലവാത്മകമായ ജയ് ഭീം അർപ്പിക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായി കേരളത്തിലെ അപാരവൃദ്ധം ദലിതരും എല്ലാ ദലിത് പ്രസ്ഥാനങ്ങളും അംബേദ്കറൈറ്റ് സംഘടനകളും സമുദായ സംഘടനകളും ദലിത് ക്രൈസ്തവ ഭിന്നതയില്ലാതെ നമ്മുടെ സഹോദരങ്ങൾ മതത്തിനതീതമായി, പാർട്ടികൾക്ക് അതീതമായി, കൊടികൾക്ക് അതീതമായി, പ്രസ്ഥാനങ്ങൾക്ക് അതീതമായി ഒറ്റക്കെട്ടായി ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഇത് കാലത്തിന് കൊടുക്കുന്ന കേരളത്തിലെ ദലിത് സമൂഹത്തിന്റെ അവസാനത്തെ മുന്നറിയിപ്പാണ്, താക്കീതാണ്. നമ്മുടെ പ്രിയങ്കരനായ കൊച്ചനുജൻ നിതിൻ രാജ് ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ, വരുമാനത്തിന്റെ പേരിൽ കണ്ണൂരിലെ അഞ്ചരക്കണ്ടി ഈ ഡെന്റൽ കോളേജിൽ 5 മാസക്കാലം നിരന്തരമായി ആക്ഷേപിക്കപ്പെടുകയും ദൈനംദിനം അവഹേളിക്കപ്പെടുകയും വളരെ ക്രൂരമായി വേട്ടയാടപ്പെടുകയും ചെയ്തു. അതിന്റെ അവസാനമാണ് നിതിൻ രാജ് എന്ന കൊച്ചനുജൻ ആത്മഹത്യ ചെയ്തിട്ടില്ല, കൊല ചെയ്യപ്പെട്ടത്. ഇന്ന് നമ്മുടെ മുമ്പിൽ ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്. അതിന്റെ കോപ്പികൾ ഈ എല്ലാ നേതാക്കളുടെയും കയ്യിലുണ്ട്, നിങ്ങളുടെ പലരുടെയും കയ്യിലുണ്ട്. അതിലൊരിടത്ത് പോലും ആത്മഹത്യ ചെയ്തതാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരടയാളം പോലുമില്ല. നേരെ മറിച്ച് ബഹുനില കെട്ടിടത്തിൽ നിന്ന് താഴെ വീണ നിതിൻ രാജിന് അങ്ങനെ വീണതിന്റെ അടയാളങ്ങളല്ല, പകരം വളരെ ക്രൂരമായ മർദ്ദനമേറ്റതിന്റെ പാടുകളാണ്. ആയുധങ്ങൾ ഉപയോഗിച്ചൊക്കെ കൊല്ലാൻ വേണ്ടി നടത്തിയ കരുതിക്കൂട്ടിയുള്ള അക്രമങ്ങളുടെ, മർദ്ദനങ്ങളുടെ പാടുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ഒരാത്മഹത്യ കുറിപ്പ് പോലും എഴുതി വെച്ച ഒരാളല്ല നിതിൻ രാജ്. ഭീരുവായിരുന്നില്ല. ആ കോളേജിലെ സഹപാഠികളായ കുട്ടികൾ സാക്ഷ്യപ്പെടുത്തുന്നു, റാം എന്ന ജാതിഭ്രാന്തനായ അധ്യാപകന്റെയും സംഗീത നമ്പ്യാർ എന്ന് പറയുന്ന അഹങ്കാരിയായ ഒരു ടീച്ചറുടെയും ജാതീയമായ ക്രൂരതകൾ, ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികളെ തല്ലിക്കുക, പെൺകുട്ടികളെ കൊണ്ട് ആൺകുട്ടികളെ തല്ലിക്കുക, ബോഡി ഷെയ്മിങ് നടത്തുക, നിരന്തരമായി പലതരം അയാളുടെ ബന്ധുക്കളുടെ പര്യായങ്ങളൊക്കെ കുട്ടികളെ വിളിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴും തന്റെ ഇടത്തോടെ പ്രതികരിച്ച ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച ധീരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു നിതിൻ രാജ് എന്നാണ് സഹപാഠികൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്വന്തം സ്വത്വം ഉയർത്തിപ്പിടിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഒരുപക്ഷെ അതുകൂടിയായിരിക്കാം ആ ക്യാമ്പസിൽ ഈ ജാതീയമായ അതിക്രമങ്ങളെ ചോദ്യം ചെയ്യാനും നിതിൻ രാജിനെ ആക്ഷേപിച്ച അധ്യാപകനെതിരെ മുഖം തിരിഞ്ഞു നിന്ന് പ്രതികരിക്കാനും ആ സഹോദരൻ, എളിയ സഹോദരൻ തയ്യാറായപ്പോൾ അയാളെ ഇല്ലാതാക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട്.
ഇന്ന് നമുക്കറിയാം, ഭരണഘടനാപരമായ പ്രത്യേക അവകാശമുള്ള ജനതയാണ് ദലിത് വിദ്യാർത്ഥികൾ, ആദിവാസി വിദ്യാർത്ഥികൾ. എന്നിട്ടും ആ കുട്ടിക്ക് സർക്കാർ കൊടുക്കേണ്ട സഹായം കൊടുക്കാതിരുന്നത് കൊണ്ടാണ് മിടുക്കനായി എൻട്രൻസ് പരീക്ഷ പാസ്സായി പോയ കുട്ടി എന്തുകൊണ്ട് ലോൺ എടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ, ഈ ഗ്രാന്റ് അടക്കമുള്ളത് കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ കൊടുക്കാതെ ദലിത് ആദിവാസി വിദ്യാർത്ഥികളെ